കൊറേ നേരം ആയല്ലോ റോഡ് കയറിന്ന് പറഞ്ഞിട്ട് വിളിക്കണ എന്താണ് അതേ മാപ്പി ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോ കറങ്ങി വന്ന് ഇതിൽ കൂടെ പറഞ്ഞാൽ വരും. അപ്പുറത്തോടില്ല, നമ്മുടെ പണമണ റോഡില്ലേ, അതിൽ കൂടെ അവിടെ നിൽക്കും. ഇവിടെ എത്തൂല. ഇന്നെങ്കിലും നല്ലൊരു ഗസ്റ്റ് വന്നാ മതിയായിരുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴാ പറഞ്ഞേക്കാം, ഇത്തവണത്തെ ഗസ്റ്റിന്റെ അറേഞ്ച്മെന്റ് എന്റെ അല്ല, താങ്കളുടെ ഭാര്യയുടെയാണ്. അതുകൊണ്ട് എനിക്ക് ഇതോട്ടൊരു ബന്ധമില്ല കേട്ടോ. പിന്നെ വള്ളി കേസിൽ വന്നു കയറുന്ന കാര്യം ആദ്യമൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. കുറച്ച് കഴിഞ്ഞ് ക്ലച്ച് ആയ രക്ഷപ്പെട്ടു. അത് സാധാരണ എപ്പോഴും ഇങ്ങനെയാണ്. എന്തെങ്കിലും പരിപാടി തുടങ്ങും, ഇതേപോലെ എന്തെങ്കിലും വള്ളി വന്ന് തുടങ്ങും, നമ്മൾ അങ്ങ് നിർത്തും. പക്ഷെ ഇത്തവണ നമ്മൾ അങ്ങനെ നിർത്തരുത്. ഓക്കെ അല്ലേ? എല്ലാം ശരിയാവും. അതാണോ നമ്മുടെ ഗസ്റ്റ്? ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കണ്ടപ്പോളേ എനിക്ക് എന്റെ പഴയ ഏതോ ഒരു ഫ്രണ്ട് ആണെന്ന് തോന്നണേ. അതാണെന്ന് തോന്നുന്നു കേട്ടാ. ഗസ്റ്റ് ആണ്, വേണ്ട മാനേഴ്സ് കീപ്പ് ചെയ്യണം. അളിയന്റെ ഒരു കാര്യം അങ്ങനെയൊക്കെ ചെയ്യോളിയാ? നീ ചെയ്യും. ഹലോ, ഹലോ. ഹായ്. പാറമട ഹോം സ്റ്റേ ബുക്ക് ചെയ്തത്? അതെ അതെ അതെ. ലക്ഷ്മി എന്റെ ചേച്ചിയാണ്, അകത്തുണ്ട്. പേര്? പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ ടെസ. ഞാൻ കണ്ടപ്പോഴാ പറഞ്ഞായിരുന്നു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു മുഖച്ചായ ഉണ്ടെന്നേ. നാടെവിടെയാണ്? നാടെവിടായിരുന്നു? എവിടെയാ വർക്ക് ചെയ്യണേ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അല്ല, ഇയാളോടല്ല, എവിടെയാ വർക്ക് ചെയ്യണേ? ഞാൻ ബ്രോഡായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഓ, അപ്പൊ ലീവിന് വന്നതായിരിക്കും അല്ലേ? അതെ അതെ. എന്താ പേര്? അല്ല, ഇയാളുടെ അല്ല, പേരെന്താ? സിദ്ധാർത്ഥ്. ഇതെന്റെ വൈഫാട്ടോ, ലക്ഷ്മി. എനിക്കൊരു മോളും ഉണ്ട്. ഓ, ഈ മോളാണല്ലേ പുതിയ ഗസ്റ്റ്? എവിടെയാ പഠിച്ചേ? ഗവൺമെന്റ് LPS മാവേലിക്കര. അയ്യോ, അമ്മയോടല്ല. ഞാനാണെങ്കിൽ ഞാൻ ഇവിടെ. അല്ല, നിങ്ങളോടും അല്ല. ഞാനിവിടെ വാഴക്കാട്. ഇങ്ങോട്ടും അല്ല, ഇങ്ങോട്ടുള്ളതായിരിക്കും. എവിടെയാ പഠിച്ചേ? ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കുഴിപ്പളം. ഡിഗ്രി ചെയ്തത് പിന്നെ ആലുവ UC കോളേജിലാണ്. ഓ, UC കോളേജിലായിരുന്നോ പഠിച്ചത്? അതെ. വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. ഇത് ഞങ്ങളുടെ അമ്മൂമ്മയാണേ. നമസ്കാരം. ഒത്തിരി നാള് ലീവ് ഉണ്ടോ അതോ പെട്ടെന്ന് തിരിച്ചു പോവോ? കുറച്ചു നാളത്തേക്ക് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. 1 year കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. ആണോ? IT ഫീൽഡാണോ? ഓയിൽ ഫീൽഡാ. ഓ, ഗൾഫിലാണല്ലേ? അതെ. അല്ലാതെ എന്നെ ഇവിടെ പനമ്പള്ളി നഗറിൽ ഉണ്ടാക്കുന്നില്ലല്ലോ. ഗൾഫിൽ എവിടെയായിരുന്നു? ദുബായ്. ഓ, എന്റെ മാമൻ അവിടെ സെറ്റിൽഡ് ആണ്. ഞാൻ 2 മാസം അവിടെ ഉണ്ടായിരുന്നു. അതിന് ദുബായിലെ എവിടെയായിരുന്നു? എപ്പോഴായിരുന്നു? ഞാനവിടെ റോളയിലാ താമസിച്ചത്. ആഹാ, അവിടെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. എപ്പോ? ലക്ഷ്യത്തിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ചാൾക്ക് മുമ്പാ. പറഞ്ഞിരുന്നില്ലേ? ഇല്ല. നമുക്ക് ഇതിനെ പറ്റി പിന്നെ പറയാം. കഴിച്ചായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എന്റെ 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കാണെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെയും മിസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ നല്ല നാടൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ മൂമ്മ? ദോശയും ചമ്മന്തി എടുക്കട്ടാ. പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. ദോശയും ചമ്മന്തി അല്ലേ? UC കോളേജിലൊരു സാനിഷിനെ അറിയോ? അവിടുത്തെ ചെയർമാനൊക്കെ ആയിരുന്നു. എന്തോ നാടാ ഇത്? നമ്മൾ ചോദിക്കുന്നതിനൊന്നുമല്ലല്ലോ മറുപടി പറയുന്നത്. ലച്ചുവിന്റെ അതേ സ്വഭാവം. മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്ന് കേൾക്കും. സാനിഷ് ഓർമ്മ കിട്ടണില്ല. ചിലപ്പോ എന്റെ ബാച്ച് ആയിരിക്കില്ല.
അയ്യോ അറിയത്തില്ലേ, പുള്ളി പഠിത്തം കഴിഞ്ഞാലും ഫുൾ ടൈം ആ കോളേജിൽ കാണും. പുള്ളി വലിയ എഴുത്തുകാരനൊക്കെയാ. മറ്റേ സർവകലാശാല മൂവി ഇല്ലേ മോഹൻലാലിന്റെ, അതില് മോഹൻലാലിന്റെ അതേ പകർപ്പാണ്. ആണല്ലേ? സർവകലാശാലയിലെ ലാലേട്ടനെ പോലെ അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ മമ്മൂക്കെ പോലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അതെ, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കാം. 2 തരം. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കാമെന്ന്. 3 തരം. ഉറപ്പിക്കാവോ? വാ, ഞാൻ റൂം കാണിച്ചു തരാം. നേരെ നോക്കി നട. അളിയാ, എന്തുവാടാ ഇത്? ഞാൻ ചോദിക്കണ്ടേ, എന്തോന്നത്? ഇതിന് എന്നെ നോക്കണേ? ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നേല്ലേ, ഞാനിവിടെ നോക്കട്ടെ. ലച്ചൂസ്, ഇതെന്താ ഇങ്ങനെ നിന്ന് ദോഷം ഉണ്ടാക്കണേ? ഇല്ല, ഞാൻ പിന്നെ തലകുത്തി നിന്ന് ദോഷം ഇടാം. ആഹാ, തലകുത്ത് നിന്ന് ദോഷം ഉണ്ടാക്കാൻ അറിയോ? ചുമ്മാ ചൊറിയാതെ പോയ സിധു. എന്തുറ്റി ലച്ചൂസേ, മൂഡ് ഓക്കെ അല്ലല്ലോ? എന്തുറ്റി? ഒന്നും പറ്റിയില്ല. ഇവിടെ നാടൻ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ കഴിക്കാതെ അങ്ങ് വന്നോളൂ. എടോ, കുക്ക് ചെയ്യുമ്പോ ഇങ്ങനൊന്നും പറയല്ലേ, ആ പാവം കൊച്ചൊന്നും കഴിച്ചു കാണത്തില്ല. ഞാൻ കുറ്റം പറഞ്ഞതല്ല. സമയം ഇത്രയായില്ലേ, 11 മണി കഴിഞ്ഞു. ഇപ്പഴാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണേ? ചില സമയത്ത് ലച്ചൂസും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, കഴിക്കാതൊക്കെ ഇരിക്കാറില്ലേ? പിന്നെന്താ? നീ അപ്പുറത്തെങ്ങാനും പോയിരിക്കും ചെല്ല, ആ ഹോളെങ്ങാനും പോയിരിക്കും ചെല്ല്. ഓക്കേ. ആ വേണ്ട, ഇവിടെ നിന്നാ മതി. ദോശ ഇടുന്നോ? നീ ചുട്ടോ. അതെ, ആ പെങ്കൊച്ച് അപ്പുറത്തെങ്ങാനും ഇരിപ്പുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല, വേണമെങ്കിൽ ഇപ്പൊ നോക്കിട്ട് വരാം. വേണ്ട, അവിടെ നിന്നാ മതി. ഹലോ, ഹായ്. അകത്തോട്ട് വരാവോ? വാ. ലക്ഷ്മി, എനിക്ക് വേണ്ടിയാണോ ദോശ ഉണ്ടാക്കുന്നേ? അതെ, ഇയാളെവിടെ ഹോളിലിരുന്നോ? ഞാൻ ദോശക്ക് റെഡി ആകുമ്പോ കൊണ്ടുവന്ന് തരാം. അത് കുഴപ്പമില്ല, കിച്ചണിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് എന്നിട്ട് ദോശ ഉണ്ടാക്കാൻ അറിയാം. ആഹാ, കുട്ടിക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ അറിയോ? അതെ. ഈ ദോശ ഉണ്ടാക്കുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ല. അതെ അതെ, അത്ര വലിയ സംഭവമൊന്നുമല്ല. സിദ്ധു എങ്ങനെയാ കുക്കിയൊക്കെ ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യുന്നു. ദുബായിലായിരുന്ന സമയത്ത് മട്ടൺ, ചിക്കൻ, ബീഫ് എല്ലാം കുക്ക് ചെയ്യും. ആഹാ, എനിക്ക് സിദ്ധുവിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കണമല്ലോ. പക്ഷെ അതിനുള്ള സമയമല്ലല്ലോ, ടെസ നാളെ പോവല്ലേ. അത് ഞാൻ പറയാൻ മറന്നു. എനിക്ക് 1-2 ഫ്രണ്ട്സിനെ കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ചിലപ്പോ 1-2 ദിവസം കൂടെ ഞാൻ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ. ലച്ചു, തേങ്ങ എന്നെ ചെയ്യണോ? എന്റെ തലയിൽ അടിച്ച് പൊട്ടിക്ക്. അയ്യോ, തേങ്ങ ഉടഞ്ചിടൂ. ആന്റി, ടെസ അവിടെ വിശന്നിരിക്കുക. ആന്റി, ഈ തേങ്ങ ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കും. ഞാൻ ഇവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുക. அதுக்கு என்ன, நீ போ, அங்க போய் உட்காந்து பேசு. நான் தோசையும் சம்மந்தி எல்லாம் ரெடியாக்கி கொடுக்கறேன். വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് കുഴപ്പമില്ല. ടെസ അവിടെ ഹോളിൽ പോയിരുന്നോ? ഇത് ഞങ്ങൾ ചെയ്തോളാം. സിദ്ധു ഫ്രീ ആണോ? നമുക്ക് ചുമ്മാ ഹാളിൽ സംസാരിച്ചിരിക്കാം. ഓ, പ്രിയ. അല്ല, ദോശ ചുടണം. എടോ വാടോ, ഞാൻ തന്നെ ചുരണ്ടി തിന്നത്തൊന്നുമില്ല. ചെല്ല്, ചുരണ്ടി തിന്നത്തില്ലെന്നല്ലേ പറഞ്ഞത്. അതെ, ഞങ്ങളവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ വെറുതെ വന്ന് തന്നെ വഴക്കൊന്നും പറയല്ലേ. വരൂ, നമുക്ക് ക്രൂഡ് ഓയിലിന്റെ വിലയെ പറ്റി ചർച്ച ചെയ്യാം. ഓടോയിന്റെ വില. அம்மா, அந்த பொண்ணு எவ்வளவு அருமையா பேசுறால, ரொம்ப அழகாவும் இருக்கா. എന്നാ പിന്നെ അങ്ങ് ചെല്ല് അവരുടെ കൂടെ, അവരുടെ നാട്ടിലോട്ട്. எனக்கு போக வேண்டாம். ലച്ചു, ലച്ചു, എന്താ? നീ എന്തിനാ സിദ്ധുനെ ആ പെങ്കൊച്ചിന്റെ കൂടെ പറഞ്ഞു വിട്ടെ? അമ്മൂമ്മ, ചിലപ്പോഴേ അവര് രണ്ടുപേരും ഈ ദുബായി പോയിട്ടുള്ളവരാണല്ലോ, അപ്പൊ പിന്നെ അവര് തമ്മിലുള്ള ഒരു വൈബ് ചിലപ്പം കറക്റ്റ് ആവുമായിരിക്കും.
പിന്നെ ഭയങ്കര വൈബ്. ഒരുത്തി കണ്ടില്ലയോ ഭർത്താവിനെ പറഞ്ഞു വിട്ടിട്ട് ദോഷം ചുട്ടോണ്ടിരിക്കുന്നത്? ഓ, ന്യൂജനാണല്ലോ, സോഷ്യൽ ലൈഫ് അല്ലേ. നമ്മുടെ പഴഞ്ചൻ ചിന്താഗതിയൊക്കെ എപ്പോഴേ മാറ്റേണ്ടുന്ന സമയം കഴിഞ്ഞു. ഞാനിപ്പോ എന്ത് ചെയ്യാന്ന് നീ പറയണേ? അയ്യോ, മക്കളിപ്പോ ദോശ ഇട്ടോണ്ടിരിക്കുമല്ലോ. ചുട്ടുണ്ടെന്നോ? ചുട്ടുണ്ടെന്നോ? മക്കള് ദോശ ഇട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട മക്കള്. അമ്മൂമ്മ എന്തിനാ മോഹ ചുമ്മാ ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഞാൻ ആരെയും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്നും പറയത്തില്ല. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് കൊള്ളും. അതെന്റെ കുഴപ്പമല്ല. എന്തോന്ന് കമ്മ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? ആ, അതെ. ഭയങ്കര സംസാരമാണല്ലോ. അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ സംസാരിക്കട്ടെ, എനിക്കെന്താ? എന്തായിരിക്കും സംസാരിക്കണേ? ഗൾഫിലെന്തെങ്കിലും കാര്യമായിരിക്കും അല്ലേ? ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കണം? എന്ത് കാര്യമായിരിക്കണം? അല്ലെങ്കിൽ നോക്കിയാൽ എനിക്കെന്താണ് കുഴപ്പം? എന്റെ ഭർത്താവല്ലേ, ഞാൻ നോക്കും. നീ എന്തോ ലച്ചു ആലോചിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോ? ഞാനല്ലേ ഉള്ളൂ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളാ உன்னோட பின்னாடி வந்தேன்டா. കനകം, നീ എന്താ ഇവിടെ? நீங்க எதுக்கு வந்தீங்க? ഞാൻ ചുമ്മാ വന്നു. அப்படின்னா நானும் சும்மா வந்தேன், அவ்வளவுதான். ആരെങ്കിലും രണ്ടുപേരും കുറച്ച് ലോഹിത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയണം അല്ലേ? ആർക്കറിയണം? എന്റെ ലച്ചു, നീ അങ്ങോട്ട് ചെല്ല്. ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ. പിന്നെ അവരവിടെ സംസാരിക്കട്ടെ, ഞാൻ എന്തിനാണ് അതിന്റെ ഇടയിൽ പറഞ്ഞത്? നീ അങ്ങോട്ട് ചെല്ല്. അല്ല, സംഭവം ഇവിടെ വരുന്ന ആൾക്കാർ ലച്ചു ചേച്ചിയുടെ അടുത്താണ് സംസാരിക്കേണ്ടത്. എങ്കിലും അളിയനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. அந்த கெஸ்ட் வந்து நம்ம சித்து கிட்ட ரொம்ப சீக்கிரம் ஃப்ரெண்ட் ஆயிட்டாங்கல்ல. ആ പിന്നെ ഇവിടെ വരുന്ന എല്ലാരെയും ഫ്രണ്ട്സ് ആക്കണമല്ലോ. അതേ മര്യാദക്ക് നമ്മള് ഒരു ഡീൽ ചെയ്യണ്ടേ അല്ലേ അമ്മൂമ്മ? അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ഭവിക്കട്ടെ ഭവിക്കട്ടെ. അതെ സിദ്ധു, ഞാൻ ഈ ഒറ്റയ്ക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പല പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. അവരോട് സംസാരിക്കാം, അവരുടെ അനുഭവങ്ങൾ കേൾക്കാം. അതൊക്കെ രസമുള്ള പരിപാടിയല്ലേ? ആ, അതെ 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 അതെ, വൻ രസമുള്ള പരിപാടിയാ. പുതിയ ആൾക്കാരെ കാണുന്നതും അവരായിട്ട് മിണ്ടുന്നതും ഒക്കെ സൂപ്പറാ. അതെ, ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്താ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. അതെ, സിദ്ധുവിനോട് ഇത്രയും സംസാരിച്ചപ്പം എനിക്കെന്തോ നമ്മുടെ ചിന്താഗതി വളരെ സിമിലർ ആണെന്ന് തോന്നുന്നു. അതിന് നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ സംസാരിക്കാൻ. ഇനിയും കൂടുതൽ സംസാരിച്ചാലല്ലേ ചിന്താഗതിയൊക്കെ ഒരേപോലെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. നോക്കേ അകത്തോട്ടിരുന്നാലോ? വേണ്ട, ഇവിടെ നല്ല വൈബാ. ഇവിടെ കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ചുമ്മാ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുവിട്ടിരിക്കാന്നേ.
നല്ല തണുപ്പല്ലേ? പിന്നെ പ്രത്യേകിച്ച് സിദ്ധുവിനോട് സംസാരിച്ചോണ്ടിരിക്കാൻ നല്ല രസാ. ശരിക്കും? അതെ. പിന്നെ ഞാൻ ഈ അടുത്ത് സംസാരിച്ചത് വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാ സിദ്ധു. താങ്ക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലായിരുന്ന സമയത്തെ അയ്യോ ലച്ചു. ദോശ കഴിക്കണ്ടേ? ദോശ ചൂടോടെ കഴിച്ചില്ലെങ്കിലേ അത് കൊള്ളത്തില്ല. കുഴപ്പമില്ല, എനിക്ക് തണുത്തതാ ഇഷ്ടം. ആണല്ലേ? എന്താ ഇവിടെ ഇരിക്കണേ? ചുമ്മാ നല്ല രസമല്ലേ ഇവിടെ ഇരിക്കാൻ. ആ, പ്രത്യേകിച്ച് സിദ്ധുവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നല്ല രസാ. ലച്ചുസേ, കുട്ടി സംസാരിക്കണോ ഞാൻ കേൾക്കണോ? അത്രേ ഉള്ളൂ അല്ലേ? അതെ, സിദ്ധുവിനെ ഈ ആൾക്കാരെ മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാ. അതെ, സിദ്ധുവിനെ ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാ. നമുക്കാണ് മനസ്സിലാക്കാൻ പറ്റാത്ത. അതെ, ഈ നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? നമ്മള് കല്യാണം കഴിച്ചിട്ട് ലച്ചുസേ, നമ്മള് കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? ഓർമ്മയില്ല അല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് കറക്റ്റ് ആവുന്നില്ല. എത്ര വർഷമായി? കുറച്ചധികം ആയിട്ടുണ്ട്. ലക്ഷ്മിയെ ഭയങ്കര ഭാഗ്യവതിയാ. ഇങ്ങനൊരു ഹസ്ബൻഡിനല്ലേ കിട്ടിയത്. ശരിക്കും പറഞ്ഞാ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും ഇങ്ങനൊരു ഭർത്താവിന്. അതെ അതെ, ഇത് ഈ പരം ഭാഗ്യം വേറെ എന്ത് വേണം? പിന്നെ അവിടെ വലിയ പാറമടയുണ്ട്, മൊത്തം കുളം. പാറമടയില് കുളോ? കുളത്തിലെ വെള്ളം. ആണോ? എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാലോ. പിന്നെ പോവാം. വേണ്ടോ, ഇപ്പൊ പോവാം. പിന്നെ പോവാം. നമുക്കേ ദോശയൊക്കെ കഴിച്ചിട്ട് വെയിലൊക്കെ ആറിയിട്ട് പിന്നെ വൈകുന്നേരം ചുറ്റാൻ ഇറങ്ങിയാ പോരെ? എന്നാ അങ്ങനെ ചെയ്യാലേ സിധു? അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ പിന്നെ ബാ, നടക്ക്. എന്റെ ലച്ചു, നീ ഇവിടെ വന്നിരിക്കുവന്നോ? നീ പാറമടയിലോട്ട് പോയില്ലയോ? ഞാൻ കൂടെ പോവാൻ വേണ്ടി ഇരുന്നതാ. നടന്ന ആ ഗേറ്റ് വരെ എത്തിയപ്പോഴത്തേക്ക് ആ കൊച്ചൊരു ചോദ്യം ചോദിച്ചു, ലക്ഷ്മിയും കൂടെ വരുന്നുണ്ടോന്ന്. അത് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ, ഞാൻ അപ്പൊ തന്നെ ഇല്ലാന്ന് പറഞ്ഞു. ലക്ഷ്മി വരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേന് നിനക്ക് എന്തോ പോലായി, നീ ഇനി പോരുവൻ ചെയ്തില്ലയോ? എന്തൊരു കഷ്ടമായത്. എന്തൊരു കൂത്താന്ന് പറ. ഇങ്ങോട്ട് വന്ന് കേറിയപ്പോഴത്തേന് ഇവിടുള്ള ചെറുക്കനെ വിളിച്ചോണ്ട് ഊരിവിറ്റാൻ പോയേക്കുന്നു. അതിങ്ങനെ കുത്തി പറയണ എന്തിനാ? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, സോഷ്യൽ തിങ്കിങ് അല്ലയോ. லெச்சு சித்து கேசு அந்த பொண்ணெல்லாம் எங்க? അവര് ഊട്ടിയില് കുതിരസവാരിക്ക് പോയി. ஐயோ, அப்படின்னா இன்னைக்கு திரும்பி வர மாட்டாங்களா? என்னம்மா இது, நான் அரிசி போட்டேன்லம்மா சாப்பாடுக்கு. അയ്യോ, ഇതിനെ കൊണ്ട് എന്തോ ചെയ്യാനൊക്കും. എന്താ പോയി? അവരങ്ങോട്ട് പോയി. എങ്ങോട്ട്? നമ്മുടെ പാറമട ആ സൈഡിലോട്ട്. പാറമടയുടെ സൈഡിലോട്ടോ? ഓ എടാ, ഞാനേ ഒരു പട്ടീനെ പോലെ അവരുടെ പുറകെ പിന്തുടരാൻ നിന്നെ ഏൽപ്പിച്ചല്ലേടാ. തന്നെ ഞാൻ ഒരു പട്ടിയെ പോലെ അവരുടെ പുറകെ പോവുകയും ചെയ്തു. ഒരു നാണവന്മാനും ഇല്ല, അവരുടെ അടുത്തോട്ട് ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു. വലിഞ്ഞേറി ചെന്ന് ഒരു പട്ടിയുടെ വില പോലും എനിക്ക് തന്നില്ല. അറിയൂ, ആ കൊച്ചു സംസാരിച്ചോണ്ടിരിക്കുക അളിയന്റെ അടുത്ത് മാത്രം. ഞാൻ എന്ത് ചോദിച്ചാലും സിദ്ധു പിന്നെ അത് അങ്ങനെ തേങ്ങ നമ്മളെ മൈൻഡ് ചെയ്യൂല. ஐயோ பாவம்ல, அந்த பொண்ணுக்கு நம்ம சித்துவ ரொம்ப பிடிச்சது இல்ல கேசு? ஐயோ ரொம்ப பிடிச்சது. എന്നാ പിന്നെ കാര്യം ചെയ്യ്, കെട്ടിച്ചാൻ കൂട്. ഇവിടെ വന്ന് കേറിയപ്പോഴേ എനിക്ക് മനസ്സിലായി റൊമ്പ പിടിച്ചിരിക്കേന്ന്. டே கேசு, அந்த பொண்ணுக்கு ஃபேமிலி எல்லாம் இல்லையாடா? ഉണ്ടായാലും ഇല്ലാഞ്ഞാലും ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും പറയുന്ന കേക്കുവോ? അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണ്ടായോ? ഇല്ല, എന്നപ്പോ ഞങ്ങളൊരു കാര്യം ചെയ്യാം. വീട്ടിലെ അപ്പൂപ്പന്മാരും അമ്മാവന്മാരൊക്കെ പറയുന്ന പോലെ അമ്മൂമ്മേനെ പോലെ ഒരു 4 ചുവരിനകത്ത് അങ്ങ് ജീവിക്കാം. വേണ്ട, അവരവരുടെ തന്നിഷ്ടപ്രകാരം അങ്ങ് ജീവിച്ചോട്ടെ. ഞാനൊരു കാര്യം പറയാം, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ?
ഷോ എല്ലാരും കൂടെ പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ ആക്കുമല്ല. ഞാൻ ഇപ്പൊ വരാം. லெச்சு நீ அவங்கள சாப்பிட கூப்பிட போறியா? என்னடா ஒன்னும் சொல்லாம போனா? തൊള്ളാഞ്ഞ നന്നായി. രസാ, എന്താണ് ഇത്ര ആലോചിക്കണേ? കൊറേ നേരമല്ല ആലോചിക്കാൻ തുടങ്ങിയിട്ട്. സിദ്ധുവിനൊരു കാര്യം അറിയോ? ഇപ്പൊ എല്ലാവർക്കും കുറേ പ്രശ്നമുണ്ട്, പക്ഷെ അതാരും തുറന്നു പറയാൻ റെഡിയല്ല. അത് ടെസ്സ പറഞ്ഞത് കറക്റ്റാണ്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. പിന്നെ സമയായി, ലഞ്ച് കഴിക്കണ്ടേ? ലഞ്ച് കഴിക്കണ്ടേ? അതൊക്കെ ഇങ്ങനെ സമയം നോക്കി കഴിക്കേണ്ട കാര്യമുണ്ടോ? വിശക്കുമ്പോ കഴിക്കണം. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ ടെസ്സയുടെ കല്യാണം കല്യാണം അത് ആക്ച്വലി ഓൾമോസ്റ്റ് ഒരെണ്ണം സെറ്റ് ആയതായിരുന്നു. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അതെന്ത് പറ്റി? അത് പറഞ്ഞ ചിലപ്പോ എന്റെ മൂഡ് പോവും. അത് പറയണം. മൂഡ് പോവെങ്കിൽ പിന്നെ പറയണ്ട. നമുക്കെന്നാ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നാലോ? അങ്ങോട്ടോ? ആ. നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ലെച്ചൂസൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് നടന്നാലോ? എന്താ സിധുവിന് എന്റെ കൂടെ കുറച്ചേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല? താല്പര്യം കുറവൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോണോ? ഇപ്പൊ ഞാൻ പോയിക്കാൻ ആ കൊച്ചെന്ത് വിചാരിക്കും? പോയെന്തോ കുഴപ്പം, എന്റെ കെട്ടിയോനല്ലേ, ഞാൻ പോവും. എന്തുവാടേ ഉള്ള കള്ളത്തരങ്ങൾ മൊത്തം ചെയ്യാൻ അറിയുകയും ചെയ്യാം, എന്നാൽ നേരെ ഒട്ടും ചെയ്യത്തുമില്ല. ചാണകം കണ്ടപ്പോ സ്കിപ്പ് ചെയ്ത് ചവിട്ടിയതാ, വേരി കയറിക്കൊണ്ട്. അവര് നമ്മളെ കണ്ട്, ഞാനും കണ്ടത്. ചിരി. ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിക്കായിരുന്നു. ഞങ്ങള് നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. അവിടെ ഇരുന്നിട്ടേ ഭയങ്കര ബോറടി. അയ്യോ ബോറടിച്ചു. ചേച്ചി എന്തിനാ നോക്കിക്കൊണ്ടിരിക്കണം? അങ്ങോട്ട് ചെല്ല്, തന്റെ ഭർത്താവില്ലേ അത്? ശരിയാണല്ലോ. വരുന്നില്ല രണ്ടുപേരും അങ്ങോട്ട്? കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നാ കൊള്ളാന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? സ്ഥലവും പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വന്നതാണെങ്കിൽ വല്ല ട്രിപ്പും പോയിക്കൂടായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, ഇയാൾക്ക് ഇവിടെ നിക്കണമെങ്കിൽ നിക്കാം കേട്ടോ, ആസ്വദിച്ചോളൂ. സിദ്ധു അല്ല നാളെ ഞാൻ വാ. അല്ല ഇഷ്ടല്ലടാ. എടാ ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ നമ്മൾ ആരുടെ സമാനം പറയും? നമ്മളെ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? അളിയൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി കാരണമാണ് ഞാൻ പറയണത്. വരാല്ലേ? കൊച്ചോക്കെ അല്ലേ? കൊച്ചോക്കെയാണ്. ഓക്കെയാണ്. പോവാ. പയ്യെ കാറ്റൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് വന്നാ മതിയേ. ഇവിടെ ടെസ്സ ടെക്സ്റ്റ് ചെയ്തേക്കുന്നു, പുള്ളിക്കാരി ഇപ്പൊ പുറത്തേക്ക് പോവാ ജംഗ്ഷൻ വരെ. അപ്പൊ എന്റെ അടുത്തൊന്ന് കൂടെ വരാൻ വേണ്ടിട്ട്. നിന്റെ അടുത്ത് കൂടെ വരാനാ? എനിക്ക് വയ്യ. ആ കൊച്ചിന് അളിയെന്ന് പറഞ്ഞ ഭയങ്കര കാര്യമാണ് കേട്ടാ.
അളിയൻ പോയിട്ട് കളിയാ. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാല്ലേ, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിരിക്കും. പോയി കഴിഞ്ഞാൽ നിന്റെ തലമണ്ടനെ അടിച്ചു വിളിക്കും. ആ അതെന്ത് ലക്ഷ്യ, നമ്മളെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കേണ്ടേ, ഇതൊക്കെ ബിസിനസ് അല്ലേ? നിന്റെ കാര്യത്തിൽ ഞാൻ അത്ര ഫോർവേഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല. അല്ല അപ്പൊ അളിയൻ പോയിട്ട് വരട്ടെ, കുഴപ്പമില്ല. വേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരാം. എന്ത്? ഞാൻ പോയിട്ട് വരാം. അതിന്റെ ആവശ്യവും ഇല്ല. ഇല്ല ഇല്ല ആവശ്യമില്ല. ഇല്ല. ശരി ശരി ശരി. അളിയ ബൈക്കിന്റെ ചാവി വേണോ പോയാൻ? നോക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് വരാം. ആ ഫോൺ തന്നെ. സ്വിച്ച് ഓഫ്. നാ. ഉച്ചപ്പാ, ഇതിന് സിദ്ധു ഒന്നാ മുറിയുടെ കയറു. ഏ? ചുമ്മാ കേറ്. എന്താടി? കേറടാ. ഉം. ജസ്റ്റ് ഒന്ന് പൂട്ടുക, വേറൊന്നും കൊണ്ടല്ല. നിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചധികം പൊസസീവ്നെസ് കാണിക്കുന്നുണ്ടെന്ന് അങ്ങ് വിചാരിച്ചു. പൂട്ടാൻ പോണോ? ആ പൂട്ടാം. പൂട്ടല്ലത്. പൂട്ടി എന്താ കുഴപ്പം? നിനക്ക് പോണാ കൊച്ചിന്റെ കൂടെ ജംഗ്ഷനിൽ? ഹോം സ്റ്റേ. ഹോം സ്റ്റേ ഞങ്ങൾ നോക്കിക്കോളാം. ഒരു അരമണിക്കൂറിന്റെ അകത്തിരിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ കുഴപ്പമുണ്ട്. എമ്പട്ടേസ് അവിടെ നിക്കണേ. സിദ്ധു എന്റെ സ്വഭാവം അറിയാലോ. അലമ്പുണ്ടാക്കുവാണെങ്കിൽ നീ ഒരു കാലത്ത് ഈ മുറിയിൽ പുറത്തിറങ്ങൂല. അലമ്പുണ്ടാക്കുവോ? ഇല്ല. എന്നാ എന്റെ സ്വഭാവം അറിയാം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ചേച്ചളിയനെ പൂട്ടിയിട്ട് എന്തിന്? മറ്റേ കൊച്ചു കൊത്തിക്കൊണ്ടുപോന്ന് മേടിച്ചിട്ട്. കൊത്തിക്കൊണ്ട് പോകത്തൊന്നുമില്ല. അമ്മൂമ്മേ, ആ കൊച്ചു സിദ്ധുവിന് മെസ്സേജ് അയച്ചേക്കോ ആ കൊച്ചിന്റെ കൂടെ സിദ്ധു ജംഗ്ഷൻ വരെ ഒന്ന് ചെല്ലാൻ. പൂട്ടിട്ടാ? ആ പൂട്ടിയിട്ട്. നന്നായി, തുറന്നു വിടല്ലേ. നമുക്ക് തോന്നണ്ടോ ഞാൻ തുറന്നു വിടുന്നു? എനിക്കറിയാം. അമ്മൂമ്മ ഞാൻ പറഞ്ഞതാ, ഞാൻ പോവാ കൊച്ചിന്റെ കൂടെ നിന്ന്. എന്നിട്ട് നീ ആ കൊച്ചിനെ അമ്മയെന്ന് വിളിക്കൂ? വരുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ നിക്കണേ. പിന്നെ സിദ്ധു ഇവിടെ ഇല്ല. ഓ ഹായ്. അളിയ വിടില്ല. ഇല്ലല്ലോ. പിന്നെ ഇല്ല ഇല്ല അളിയില്ല. സിദ്ധു എവിടെ പോയി? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ പോവാൻ വേണ്ടി. സിദ്ധുവേ, ഞങ്ങൾക്കൊരു കൊച്ചുണ്ടേ. കൊച്ചിനെ എടുക്കാൻ വേണ്ടിട്ട് അവിടെ കുഴിപ്പടം വരെ പോയേക്ക. ഓഷോ, പോയിട്ടെപ്പോ വരും? 5 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. 5 ദിവസം. അത് നല്ല മഴ വരുന്നുണ്ട്. മോള് പോയിട്ട് വാ. അയ്യോ, ഞാൻ വിളിച്ചായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് കൊച്ചു കളിച്ച് ചിലപ്പോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. ഒരു കുരുത്തങ്കട്ട കൊച്ചാണ് ഞങ്ങളുടെ. ഷോ. അതെ, കൂടെ വരാനാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാം. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വൃത്തിക്ക് അറിയാം. അതിനും നല്ലത് ഞാനൊരു ഓട്ടോ വിളിച്ചു തരുന്നതാ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടേ, ഓട്ടോയൊക്കെ ഓടിക്കുന്ന ചേട്ടൻ. ആ ചേട്ടന് ഇവരെക്കാളും നല്ല വഴികളൊക്കെ അറിയാം. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. നമ്മളോടാ കളി. ആ താളുണ്ടോ സിദ്ധു? അളിയാ. അളിയാ, ആ കൊച്ചു പോയി. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ കാണിച്ചത് വളരെ മോശമായി പോയി കേട്ടോ. അതന്നെ, വളരെ മോശമായി പോയി. ഒന്നുമില്ലെങ്കിൽ എന്തിനാ ലച്ചു ഇങ്ങനെ പൂട്ടിയിട്ടത്? ആ കൊച്ചിന്റെ കൂടെ ഒന്ന് പുറത്തു പോയെന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കാനാ? നിങ്ങൾ ന്യൂജൻ പിള്ളേരല്ലേ, ഞങ്ങളെ കൂട്ടി പഠിച്ചിരുന്നു അല്ലല്ലോ. പൂട്ടിയിട്ടത് വളരെ മോശമായി പോയി. അമ്മൂമ്മയായി പോയി. അല്ലെങ്കിൽ അമ്മൂമ്മ ഇപ്പൊ കമത്തിയ പ്ലേറ്റ് എടുത്ത് ഞാൻ തലക്കടിച്ചേനെ. സിദ്ധു വന്നല്ലേ? ആ സിദ്ധു വന്നു. സിദ്ധു ഇങ്ങനെ പുറകെ കൂടെ വന്നിട്ട് മതിലൊക്കെ ചാടി അടുക്കള വഴി ഇങ്ങനെ കയറി പോകും. ലക്ഷ്മി ഇച്ചിരി പൊസസീവ് ആണല്ലേ? അതെ, സിദ്ധുവിന്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവ് ആണ്. എടോ, ഞാൻ ഇയാളുടെ ഭർത്താവിനെ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകാനൊന്നും പോണില്ല. അതിനെ തന്നുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എടോ, എനിക്ക് ഇയാളോട് സംസാരിച്ചപ്പോ നല്ലൊരു വൈബ് കണക്ട് ആയ പോലെ ഫീൽ ചെയ്തു. നമ്മുടെ ഈ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ് ഞാൻ സിദ്ധുവിനെ കണ്ടിട്ടുള്ളത്. ഓ, സുഹൃത്തിനെ ആയിരുന്നോ വേണ്ടേ? കാര്യങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാക്കുന്ന ബെസ്റ്റ് ആണോ ഇത്? അമ്മമ്മയുടെ പറഞ്ഞാ മതി. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എനിക്ക് എന്റെ ഭർത്താവിനോട് യാതൊരു ഫീലിങ്സും ഇല്ല. പിന്നെ ഇതിന്റെ പേരിൽ ഇങ്ങനെ കൂട്ടിയിടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശാട്ടോ. എനിക്ക് എന്റെ ഭർത്താവിന് സംശയമൊന്നുമില്ല. ഞാൻ തന്നെ പേടിച്ച് പൂട്ടിയിട്ടതാ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ, ഞാൻ കൂടെ വന്നോ? ഓ വേണ്ട. എന്നാ പിന്നെ സിദ്ധുവിനെ വിടാം. അയ്യോ വേണ്ടേ. ഈ കാണിച്ചത് ഭയങ്കര ഓവറായി പോയി കേട്ടോ. ഓവറാവാം. കാരണം
ലച്ചു ഓവറാണ്.